അപ്പോൾ ഈ ക്രിസ്റ്റാൻഡിൽ നമ്മളൊരു ഗ്ലാസ് തട്ട് പിടിപ്പിക്കുന്ന ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഗ്ലാസിൻ്റെ തട്ട് പിടിപ്പിക്കുന്നു. അപ്പോൾ ആ ഗ്ലാസ് തട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് അതിനകത്ത് പ്രത്യേകത എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തട്ട് പിടിപ്പിക്കാനുള്ളൂ. ഈ ഏരിയയിലാണ് നമ്മൾ ഗ്ലാസ് തട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് LED സ്ട്രിപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനത്തെ ഗ്ലാസ്സാണ് എന്ന് ഇത് കാണിച്ചു തരാം. അതിൻ്റെ ലാസ്റ്റ് ലുക്ക് നമ്മൾ ഈ കബോർഡ് ചെയ്തതിൻ്റെ ഫസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഫൈനൽ വർക്കാണ്. അതിന് ഇതിനകത്ത് തട്ടോടും പിടിപ്പിച്ച വർക്ക് തീരും. ബാക്കി എല്ലാ പണി തീർന്നിരിക്കുന്നതാണ്. നമ്മൾ തട്ടോടും പിടിപ്പിച്ചതുപോലെ LED സ്ട്രിപ്പൊക്കെ പിടിപ്പിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. 3/4 ഇഞ്ച് മഹാഗണി പലയോട് പണിതാണ് കബോർഡിനകത്ത് മൾട്ടിവുഡിന് ഡോറ് വെച്ച് ചെയ്തിരുന്ന വർക്കാണ്. ആക്രിലിക്കാണ് മൾട്ടിവുഡിൽ ഒട്ടിക്കുന്നത്. ബാക്കി ഫുള്ള് മഹാഗണിയാണ്. പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കോട്ടെ. 12 mm കനം തന്നെ ഒരു ഗ്ലാസ്സാണ് പോളിഷൊക്കെ ചെയ്ത് തട്ട് ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റഡായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ക്രൂ ടൈപ്പ് സ്റ്റഡായിട്ട് ഉപയോഗിക്കുന്നത്. റബ്ബറുണ്ട്, അതുപോലെ സ്ക്രൂ ടൈപ്പാണ്. നമ്മൾ സ്ക്രൂ ചെയ്ത് വരുമ്പോൾ ഇത് ഇത്രയും ഭാഗം മാത്രം പുറത്തേക്ക് തള്ളിയിരിക്കും. കണ്ടോ? അപ്പോൾ കാണുന്ന ഒരു ഷോയുണ്ട്. എൽ ടൈപ്പ് ബട്ടണല്ല ഉപയോഗിക്കണം തട്ട് വയ്ക്കാനായിട്ട്. നമ്മൾ സാധാരണ സ്ക്രൂ ടൈപ്പ് തന്നെ അത് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഗ്ലാസ് കയറാനായിട്ട് നമ്മൾ 12 mm പൊടിയിട്ട് അതിനകത്ത് LED സ്ട്രിപ്പ് പിടിപ്പിച്ചേക്കാം കേട്ടോ. അപ്പോൾ വയറിങ്ങൊക്കെ നമ്മൾ ബോക്സ് പണിത സമയത്ത് തന്നെ വയറിങ് ചെയ്തു പോയി നമ്മൾ LED സ്ട്രിപ്പ് പിടിപ്പിച്ചതിനെയാണ്. ബോക്സ് ഫുൾ മഹാഗണി തടി ഉപയോഗിച്ച് ചെയ്താണ് വർക്കാട്ടോ. മഹാഗണി തടിയാണ് നമ്മൾ പോളിഷാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മൾ 3/4 ഇഞ്ച് പലയാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ LED സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊഴിച്ച് വയറ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പൊഴിച്ച് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വിട്ടേക്കുവാണ്. നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ടൈപ്പാണ്. അതായത് വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് നമ്മൾ റെഡിയാക്കാവുന്ന രീതിയിലാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഉള്ളൂ വയറ് മൊത്തം ഈ പോർഷനിലാണ് വന്നതാണ്. ഇതിൻ്റെ അകത്താണ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു പ്രിൻ്റ് പാനൽ ഊരിയെടുത്ത് നമുക്ക് അഡാപ്റ്ററും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ റെഡിയാക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഈ തട്ട് ഗ്ലാസ്സിൽ ഫ്രണ്ടിലേക്ക് ഇതിൻ്റെ LED വെട്ടം വരാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നോർമലി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇവിടെ LED സ്ട്രിപ്പിൻ്റെ വെട്ടം വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റിങ് ചെയ്യാൻ പോവാണ്. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. 12 mm ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മളിത് ഒരു സ്റ്റഡ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലുക്കൊന്ന് മനസ്സിലാക്കി കാണിച്ചു തരാം. അപ്പോൾ അതെ ഒരു ഗ്ലാസ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ LED സ്ട്രിപ്പേൽ വരുമ്പോൾ ഉള്ള ആ ലുക്ക് ഇതുണ്ടോ, എങ്ങനെയുണ്ട് അന്നേരം കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെയാണ് ലൈറ്റ് വന്നേക്കണത്. നമ്മളിപ്പോൾ ഒന്നര എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ സാധാ ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെട്ടം വന്നത് കണ്ടതാണ് കേട്ടോ. ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട്? ഗ്ലാസ് മൊത്തം പ്രൊജക്റ്റ് ചെയ്ത് വെട്ടം വന്നേക്കാം. ഇത് കളർ LED ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ലുക്ക് ഉണ്ടാവും. അല്ലെ ബ്ലൂവോ അങ്ങനെ എന്തിലൊക്കെയാണെങ്കിൽ നല്ല ലുക്കായിട്ടിരിക്കും കേട്ടോ. ഇനി ഇതിനകത്ത് വെക്കാൻ പാകത്തിന് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഗ്ലാസ് വെച്ച് നോക്കാം. ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ലുക്ക്. ഇനി വെട്ടം കെടുത്തി കാണിച്ചു തരാം. അല്ലേ ഉണ്ടോ സാധാ ഗ്ലാസ് ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ വരും. ആ ഗ്ലാസ് മൊത്തം വെട്ടായിട്ട് നിൽക്കും. അടിപൊളിയായിട്ട്. ഇതായിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഫുള്ളും വെക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വർക്ക് കാണിച്ചു തരാം. ഞാനതേ ഒരുപാട് പേര് ചോദിച്ചാണ് ഒരു ഐറ്റമാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടണമെന്ന്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി CCTV വരാനുള്ളൂ. അതുപോലെ ലൈറ്റിൻ്റെ പോയിൻ്റ് അതിൻ്റെ കണക്ഷൻ ആയിട്ടില്ല. CCTV പുറകെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റിൻ്റെ പോയിൻ്റ് കൂടെ ഉണ്ട്. ഇവിടെ LED സ്ട്രിപ്പ് ഉണ്ട്. ഈ തട്ടിൽ LED സ്ട്രിപ്പ് കൂടെ ഉണ്ട്. അപ്പോഴാണിത് പൂർത്തിയാവും. ബാക്കി ഫുള്ളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദ്യമാണിത്. ഇവിടെ നമ്മൾ ഒരു പൊഴിച്ച് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ അതിൻ്റെ ആ ഗ്ലാസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല 12 mm തിക്കുള്ള പ്ലെയിൻ ഗ്ലാസ്സാണ് ഇട്ട് വരുന്നത്. പോളിഷിന് പകരം നമ്മൾ പോളിഷ് ഫുള്ളായിട്ടും ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ പോളിഷ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല. അതുപോലെ കറക്റ്റ് പോളിഷ് വന്നാൽ മാത്രമാണ് നമുക്ക് ആ ലൈറ്റിൻ്റെ ഇത് കാണിക്കും. അതുകൊണ്ട് നമ്മൾ പോളിഷ് പൂർത്തിയാക്കിയിട്ടില്ല. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് ചെറിയൊരു വൈറ്റ് കളർ വരാൻ പാകത്തിന് നിർത്തിയേക്കാം കേട്ടോ. ഫുൾ പോളിഷായി ചെയ്തുള്ള. അപ്പോൾ ആ LED സ്ട്രിപ്പിൻ്റെ വെട്ടം നമ്മൾ ഫ്രണ്ടിൽ വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ തട്ട് ഗ്ലാസ്? അടിപൊളിയല്ലേ?
ഇത്രയും ഭംഗിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. താഴെ ആക്രിലിക്കിൻ്റെ മാറ്റ് കളറ് ആക്രിലിക്കാണ് ഒട്ടിച്ചത്, മാറ്റാണ് ഒട്ടിച്ചത്, ഗ്ലോസി അല്ല മാറ്റാണ്. ഇത് ഹാൻഡിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഹാൻഡിൽ തന്നെയാണ്. ഈട്ടിയുടെ ഹാൻഡിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത് ഒട്ടിച്ച് ഉള്ളിൽ നിന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതാണ് കേട്ടോ. സാധാ സ്ക്രൂ ആണ് വെച്ചാണ് ഈട്ടിയുടെ ഹാൻഡിലാണ് കൊടുത്തത്. അതുപോലെ ഇത് DVDയും അതുപോലെ നമ്മൾ CCTVയുടെ യൂണിറ്റൊക്കെ വരാനുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഗ്ലാസ് ഇട്ടിട്ടില്ല. വയറും കാര്യങ്ങളൊക്കെ ഈ ഡോറിനുള്ളിലാണ് മൊത്തം വന്നേക്കുന്നത്. ഫുള്ളും മഹാഗണി തടിയാണ് ഫുള്ളും യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്പ്രേ അടിച്ച് നമ്മൾ ഇത് മൊത്തം പോളിഷ് അടിച്ചാണത്. ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരും.